യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇരിക്കുന്നത് എൻ്റെ ചങ്ക് ബ്രോ ജോഫിന്റെ അടുത്താണ്. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടാറ്റുവിനെ കുറിച്ച് പറയാനാണ്. അതായത് നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് പ്രിന്റ് ചെയ്യുന്ന ടാറ്റു, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കുമ്പളങ്ങി വഴിയിലുള്ള ഒരു ഷോപ്പാണത്. 10 വർഷത്തിന് മേലെ അദ്ദേഹത്തിന് പരിചയമുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത് സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാറ്റു ഫോറാംസിൽ പ്രിന്റ് ചെയ്യാനാണ്. അപ്പൊ അതിനുപയോഗിക്കുന്ന മഷികള്, അതിന്റെ ടാറ്റു ഇൻസ്ട്രുമെന്റ്സ്, അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഏത് ബ്രാൻഡാണെന്നാണ് ഇപ്പൊ നമുക്ക് ഞാൻ ഈ ഓവർ ഡ്രസ് കണ്ടപ്പോഴത്തേക്ക്
പറയാനുള്ളത് നമ്മുടെ ടാറ്റു വർക്കിൽ ഏകദേശം 3 നീഡിലാണ് ഉപയോഗിക്കുന്നത്. 3 നീഡിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ അത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. ഫസ്റ്റിൽ 3 നീഡിൽസും സെക്കൻഡിൽ 9 നീഡിൽസും ആൻഡ് തേർഡിൽ 11 നീഡിൽസും അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഏകദേശം റൗണ്ട് പ്രൊഫൈൽ നീഡിലാണ്. ഇത് ആദ്യത്തെ നീഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എൻ്റെ ഔട്ടർ ലൈനൊക്കെ വരക്കാനാണ്. രണ്ടാമത്തത് ഫില്ലിങ്ങിനാണ്. മൂന്നാമത്തത് ഷെയ്ഡിങ്ങിന്. അപ്പോൾ മൂന്നാമത്തെന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് ടൈപ്പ് ഏകദേശം 11 നീഡിൽസ് ഉണ്ടാവും. നമ്മളിത് കാണുന്ന പോലെയല്ല, അത്യാവശ്യം കുറച്ച് പെയിനൊക്കെ ഉള്ള ഒരു ഫിക്സിങ് പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ടാറ്റു വർക്ക്. പിന്നെ കുറേ പ്രാവശ്യം പെയിൻ അങ്ങോട്ട് കിട്ടുമ്പോഴത്തേ ഏകദേശം മരവിച്ച മട്ടായിരിക്കും. അതുകൊണ്ട് കുറേയൊക്കെ പെയിൻ നമ്മൾ അറിയാൻ സാധിക്കുന്നില്ല. ജോഫിൻ ബ്രോ ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് നമ്മുടെ നടുവൊക്കെ ഒന്ന് നിവർത്തിയിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 11 മണിയോട് കൂടിയാണ് ഈ ഷോപ്പിൽ വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. അപ്പോൾ അത് കുറച്ച് ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആകുമെന്നാണ് പറഞ്ഞത്. കാരണം ഈ ടാറ്റു ചെയ്യണോടൊപ്പം തന്നെ വീഡിയോയും ചെയ്യണം. അത് തന്നെയല്ല, വളരെ ക്ഷമയോടുകൂടിയാണ് ജോഫിൻ ഓരോ ഭാഗവും ചെയ്യണം. കാരണം ആയുധം കൊണ്ടുള്ള കളിയാണല്ലോ. അപ്പോൾ ആ ഒരു ഷെയ്ഡ് ഞാൻ പറഞ്ഞ പടത്തിൻ്റെ ആ ഒരു ഷെയ്ഡ് അതേപോലെ തന്നെയാണ് ജോഫിൻ അത് പകർത്തുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചർ നോക്കിയിട്ട് തന്നെയാണ് അതിന് നമ്മൾ നേരത്തെ പെൻസിലിന് കോപ്പി ചെയ്ത അതേ സ്കിന്നിൻ്റെ ഉപരിതലത്തിൽ കൂടാതെ തന്നെ ഒരു പിക്ചർ നോക്കിയിട്ടാണ് കൂടുതൽ ഷെയ്ഡുകളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ്, നല്ല പക്ക ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പടം ശരിക്കും ഒരു നല്ല മികവുറ്റ രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നിൽ ടാറ്റു ചെയ്ത് തരും. ഗൈസ്, അപ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് സെറ്റ് നീഡിൽ, അത് ഒന്നാമത്തെ ആ 3 നീഡിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ ഔട്ടർ ലൈനൊക്കെ ഏകദേശം വളരെ മനോഹരമായിട്ട് കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ ഏകദേശം പിക്ചറിൻ്റെ ഒരു 50 പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിലും കൂടി നമ്മുടെ ജോഫിൻ ടാറ്റു ചെയ്യുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് 3 നീഡിലാണ്. ഈ ഒറ്റ നീഡിലിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ ടിപ്പിൽ 3 സൂചികളുണ്ടാവും. ആ സൂചികളാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ ഏകദേശം നമ്മുടെ രണ്ടാമത്തെ ലെയറിലേക്ക് സ്കിന്നിൻ്റെ രണ്ടാമത്തെ ലെയറിലേക്കാണ് നമ്മുടെ ഈ ഫാബ്രിക് ഇങ്ക് ഇഞ്ചെക്റ്റ് ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകാം.
ഗൈസ്. അപ്പോൾ ടാറ്റു വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ക്ലീനിങ് ആണ്. നിങ്ങൾ കണ്ടില്ലേ, വളരെ സൂപ്പറായിട്ടാണ് ജോഫിൻ ബ്രോ അത് നമ്മൾ ടാറ്റു ചെയ്തേക്കണത്. ശരിക്കും ജീവിച്ചിരിക്കുന്ന ഒരു സൈക്കിൾ അല്ലേ, അത് തന്നെയാണ് പിക്ചർ കാണുമ്പോഴത്തേക്കും തോന്നുന്നത്. എനിക്ക് വളരെ ഒത്തിരി ഇഷ്ടപ്പെട്ട, നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ ടാറ്റു ചെയ്ത ജോഫിന് നല്ലൊരു സല്യൂട്ടാണ്. കണ്ടില്ലേ, വളരെ ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ അടിപൊളി, നല്ലൊരു ആർട്ടിസ്റ്റാണ് ജോഫിൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടാറ്റു ചെയ്യണമെങ്കിൽ ജോഫിനെ സമീപിച്ചാൽ മതി. ഇപ്പം നമ്മൾക്ക് കുറച്ച് ദൂരം ഈ ടാറ്റു ആയിട്ട് എനിക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുകളിൽ ഒരു വൈറ്റമിൻ ഇയും എയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പേസ്റ്റ് പുരട്ടി അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ടായിരിക്കും ഞാൻ പോകേണ്ടത്. ഞാൻ ഇവിടെ വന്നേക്കുന്നത് നമ്മുടെ സൈക്കിളിലാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ല, മാരിൻ ബോബ് കാറ്റ് ട്രയൽ 3, ആ സൈക്കിളിലാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ആ സൈക്കിളിനുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ സൈക്കിളിൻ്റെ ഒരു പിക്ചർ തന്നെ നമ്മുടെ കയ്യിൽ ടാറ്റു ചെയ്ത്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ജോഫിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇന്നത്തെ വീഡിയോയുടെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടാണ് ജോഫിൻ അത് ടാറ്റു ചെയ്തേക്കണത്. അപ്പോൾ ജോഫിന് നല്ലൊരു സല്യൂട്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ വീഡിയോ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഞങ്ങളുടെ ധോണി പ്രേക്ഷകരുടെ ഒരു അടിപൊളി നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഒരു നല്ലൊരു സൈൻ ഔട്ട്. ബൈ ബൈ.